സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ. നിയമന അധികാരിയായി ഗവർണറെ മറികടന്നാണ് സർക്കാർ നീക്കം. ഗവർണർ ഒപ്പുവെക്കാത്ത ബിൽ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് 5 അംഗങ്ങളാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളത്. ആദിൽ പാലോട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, 6 സർവകലാശാലകളിൽ സെനറ്റ് നോമിനികൾ ഇല്ലാതെ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നീക്കം. നിയമസാധ്യത എത്രത്തോളം ഉണ്ടാകും ഈ നീക്കത്തിന്? സർക്കാർ പറയുന്നതനുസരിച്ച് മലയാളം, കേരള സാങ്കേതിക സർവകലാശാല എന്നിങ്ങനെയുള്ള സർവകലാശാലകളിൽ അതിൻ്റെ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് സെർച്ച് കമ്മിറ്റി, വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ചാൻസലറാണ് എന്നൊരു നിയമമില്ല. ആ നിയമം അത് സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത്. 5 അംഗങ്ങളാണ്. നേരത്തെ സെർച്ച് കമ്മിറ്റി ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് ഗവർണർക്ക് നൽകിയിരുന്നു. നിയമസഭ പാസാക്കി ബില്ല് നൽകിയിരുന്നു. പക്ഷേ ഗവർണർ അനുമതി നൽകാതെ തടഞ്ഞു വെക്കുകയും ചെയ്തൊരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്, സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതടിസ്ഥാനത്തിൽ ഈ ഒരു UGC നോമിനി ഉണ്ടാകണം, സർക്കാരിൻ്റെ 2 നോമിനിമാരുണ്ടാകണം, യൂണിവേഴ്സിറ്റിയുടെ ഒരു നോമിനി, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു നോമിനി എന്നിങ്ങനെ 5 നോമിനികളെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റിയാണ് ഇപ്പോൾ. അത് സംബന്ധിച്ചുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റേതാണ് 4 നോമിനികളും. UGCയുടെ നോമിനിയെ കിട്ടാതെയാണ് ഇത്രയും കാലം പിടിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ ഗവർണർ തന്നെ സർക്കാരിൻ്റെ സർവകലാശാലകളുടെ നോമിനികളില്ലാതെ UGCയുടെ നോമിനിയെയും ഗവർണറുടെ നോമിനിയെയും വെച്ച് ഉത്തരവിറക്കിയിരുന്നു. 6 സർവകലാശാലകളിൽ സെനറ്റ് നോമിനികളില്ലാതെ സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ ഉത്തരവിൽ നിന്ന് UGC നോമിനിയെ തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് പേര് ഇതിലേക്ക് മാറ്റി എഴുതിയാണ് ഇപ്പോൾ ഈ നിലയിൽ സ്വന്തം നിലയിൽ വിവരങ്ങൾ നൽകിയത്.